നമ്മളൊരു ലോകേഷ് കനകരാജ് രജനികാന്ത് കൂട്ടുകെട്ടുന്നപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു വന്നു, ഒരുപാട് ഹൈപ്പ് കൊടുത്തു പടത്തിന്. ആ ഒരു ലെവലിലേക്ക് പടം എത്തിയിട്ടില്ല. പടം ഫസ്റ്റ് ഹാഫ് വളരെ ലാഗാണ്, സെക്കൻഡ് ഹാഫാണ് പിന്നെ ഈ പടത്തിനെ കുറച്ചുകൂടെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ സൗബിൻ ഷായറിൻ്റെ ഒരു പിന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, അത്രക്കൊന്നും ഉയർന്നിട്ടില്ല. സാധാരണ മലയാളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സൗബിൻ ഷായറാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നാഗാർജുനയുടെ കഥാപാത്രം കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ ആമിർ ഖാൻ എന്ന് പറഞ്ഞൊരു ആക്ടറിനൊന്നും ഇതിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല, കാരണം ഇതിൽ സെക്കൻഡ് പാർട്ടിനൊരു സാധ്യതയില്ല. ഇത് മറ്റേ വിക്രത്തിൽ മറ്റേ ശ്രീജനെ കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നതാണ്, അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ആമിർ ഖാൻ്റെ പെർഫോമൻസ് ആകെ 10 മിനിറ്റാണ്. നമ്മൾ വിചാരിക്കും പടത്തിന് കൊണ്ടുവരുന്ന ആമിർ ഖാനുണ്ട്, നല്ല അടിപൊളി കഥയാണ്, ഭയങ്കര മാസമാണ് പടം നമ്മൾ വിചാരിച്ച് വരും. ഒന്നുമില്ല, ഒരു ആവറേജ് മൂവി, സാധാരണ ഒരു കൂലി. എനിക്ക് തോന്നുന്നത് ഒരു ലോകേഷ് പടമായിട്ട് തോന്നിയില്ല, പക്ഷേ അനിരുദ്ധ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും അവിടെയൊക്കെ അനിരുദ്ധ് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർസിനെ അവതരിപ്പിച്ച രീതി കൊള്ളായിരുന്നു. അവരുടെ ഇൻട്രോ ആണെങ്കിലും ഓരോ സൂപ്പർ സ്റ്റാർ, അതിൽ ഏറ്റവും ഇഷ്ടമായത് ഉപേന്ദ്രയുടെ ഇൻട്രോ ആണ്. ആ ക്യാരക്ടറും അടിപൊളിയായിട്ട് തോന്നി. ഇതിൻ്റെ വീക്ക് പ്ലോട്ടായിട്ട് വന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ്. നമുക്ക് എന്താണ് ഒരുപാട് കൺഫ്യൂസിങ് ആക്കാൻ നോക്കി, ടെൻഷൻ ആക്കാൻ നോക്കി, പക്ഷേ ഇത് വളരെ ഒരു ക്ലീഷേ ആയിട്ടുള്ള സാധാരണ ഗ്യാങ്സ്റ്റർ മൂവിയിലുള്ള പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വർമ്മൻ നമ്മുടെ വിനായകൻ ചെയ്ത പോലെ ഇതിൽ സൗബിൻ്റെ കഥാപാത്രം, ദയാലിൻ്റെ കഥാപാത്രം ത്രൂ ഔട്ടുണ്ട്. സൗബിൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ത്രൂ ഔട്ടുള്ള ഒരു കഥാപാത്രമാണ്. നമ്മളൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ചിലവർ അഭിപ്രായപ്പെട്ടു ഇത് ഫസ്റ്റ് ഹാഫിൽ തീർന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്, പക്ഷേ ത്രൂ ഔട്ടായിട്ടുള്ള കഥാപാത്രം അതിഗംഭീരമായിട്ട് കണ്ടിന്യൂറ്റിയിൽ ചെയ്തു. സിനിമയ്ക്ക് ഏറ്റവും ലാക്കിംഗ് ആയിട്ട് തോന്നിയത് തന്നെയാണ്, നമ്മളെ പിടിച്ചിരുത്താനുള്ള ഇത്രയും 2.25 മണിക്കൂർ പിടിച്ചിരുത്താനുള്ള അത്ര ഒരു സ്റ്റഫ് പ്രീവിയസ് ലോകേഷ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വീക്കായിട്ടാണ് തോന്നിയത് സ്ക്രീൻ പ്ലേ. മൊത്തത്തിലൊരു മ്യൂസിക്കലി സ്റ്റാർസിൻ്റെ പെർഫോമൻസും അതൊക്കെ കൊണ്ട് ഒരു തവണ കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു റിഫ്രഷിങ് വാച്ച് അല്ലെങ്കിൽ എന്താണ് സ്റ്റാർസിനെ അല്ലാതെ ഒരു മികച്ച ഒരു ഗാങ്സ്റ്റർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിരാശയായിരിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാനുഭവമായിട്ട് മാറിയിട്ടില്ല. എന്നിരുന്നാലും ഒരു രജനീകാന്ത് ഫാനിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാർ സ്റ്റഡഡ് സിനിമകൾ കാണുന്ന ഫാൻസിന് അവരെ കണ്ടിരിക്കാനുള്ള ഒരു ഓളം ഉണ്ടെന്നല്ലാതെ മൊത്തത്തിൽ നോക്കിയ ഒരു ആവറേജ് അനുഭവമാണ് കൂലി സമ്മാനിച്ചത്. കൂലി ഒരു രക്ഷയില്ല, പടം സൂപ്പർ ഹിറ്റ് പടമാണ്. ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ബ്രില്യൻറ്റ് ഡയറക്ടർ സിനിമ തന്നെയാണ് കൂലി എന്ന സിനിമ. രജനികാന്ത് ഒരു രക്ഷയില്ല. അനിരുദ്ധ് എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണോ ആ സ്ഥലത്തെ ഫീൽ എങ്ങനെയാണോ അതുപോലെയാണ്. അണുബോംബ് വന്ന് വീഴുന്ന പോലത്തെ ബീജിയമാണ്. ഒരു രക്ഷയില്ല. ധൈര്യമായിട്ട് നമുക്ക് കുടുംബസമേതം തിയേറ്ററിൽ വന്നിരുന്ന് എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്ന അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല. അഭിനയത്തിലേക്ക് കടന്ന രജനികാന്ത്, അമീർ ഖാൻ, ഉപേന്ദ്ര, പിന്നെ സത്യരാജ്, ശ്രുതി ഹാസൻ, സൗബിൻ ഷാഹിർ എല്ലാവരും കൂടെ കൂടിയിട്ട് പൊളിച്ച് തകർത്ത് തിമർത്ത് സിനിമയാണ്. 100% ഞാൻ പറയുകയാണ്, ഇതൊരു 700 കോടി കളക്ട് ചെയ്യും. ഇത് റെക്കോർഡ് സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അടിപൊളി ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് പ്രഖ്യാപിച്ചോ. കിടിലൻ സാധനം, ഒരു രക്ഷയില്ല. നല്ല പൊളി ഞെരുപ്പ് സാധനം. ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിരുന്നു. പൊളിച്ച് അടിപൊളി സിനിമയായിരുന്നു. കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസ് ഉള്ള പടമാണ്. കുറച്ച് നാളുള്ള ഐറ്റം ഒരു ഫുൾ ഹാപ്പിനെസ്സിൽ പുറത്തോട്ട് ഇറങ്ങി വന്നത്. അമീർ ഖാൻ, സൗബിൻ അവരുടെയൊക്കെ പെർഫോമൻസ്. അമീർ ഖാൻ ക്യാമിയോ ആണ്, സൗബിൻ പക്ഷേ ക്യാമിയോ അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. സൗബിൻ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയി ഇടയ്ക്കിടയ്ക്ക് മലയാളമൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് പടം? ടോട്ടലി സൂപ്പർ.